അപ്പം നമ്മൾ നീരജയ്ക്ക് എന്തെടുക്കാൻ പോവാടി? ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. ഇന്നെങ്ങാണം ഇത് കഴിയൂ? ഇന്നെങ്ങാണം കഴിയുമെന്ന് ചോദിച്ചാൽ പെർഫ്യൂം എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അതുകൊണ്ട് കപ്പിൾസ് അത് ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നീരജയ്ക്ക് എന്തെടുക്കാൻ പോവാടി? ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. ഭയങ്കര വെയിൽ. അപ്പോൾ കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോലെ എന്തൊരു വെയിലാണ് ഇത് കണ്ട. ഓ എൻ്റെ അമ്മ, എന്തൊരു വെയിലാ! പുറത്തിറങ്ങാൻ തോന്നുന്നില്ല സത്യം പറയാല, അത്രയ്ക്ക് വെയിൽ. അങ്ങനെ നമുക്ക് അവിടുന്ന് ഓട്ടോ കിട്ടി. നമ്മൾ നേരെ മാക്സിലോട്ടാണ് പോകാൻ പോകുന്നത്. ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ ഈ വെയിലത്ത് നടക്കുന്നവരും ചിന്തിക്കാൻ പോലും വയ്യ ഗൈസ്. എല്ലാ തവണത്തെയും പോലെ മാക്സിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. എനിക്ക് ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു എൻഗേജ്മെന്റിന് വേണ്ടിയാണ് ഡ്രസ്സ് എടുക്കുന്നത്. ആൻഡ് നമ്മൾ എൻഗേജ്മെന്റ് തലേ ദിവസമാണ് ഡ്രസ്സ് എടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ ഇന്ന് നമ്മളൊരു പാർട്ടി വെയർ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് എടുക്കാനായിട്ട് പോകുന്നത്. കാരണം അവൾ എപ്പോഴും കാഷ്വൽസ് ആണ് എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞ് കാഷ്വൽസിൽ തന്നെ എത്തും. കൊള്ളാം, പക്ഷേ ഇത് ലൂസായി ഇവിടെ ഈ ഭാഗത്ത്. അല്ല, ഇത് മീഡിയം ഇല്ലേ? പൊട്ടന്ന ലോക പൊട്ടൻ. നോക്കൂ, നല്ലൊരു ഒരു വൈറ്റ് ടോപ്പ് പോലെ കിട്ടിയ അടിപൊളിയാണ്. ഈ വൈറ്റ് ടോപ്പായാലും മതിയല്ലേ? ഈ വൈറ്റ് ടോപ്പ് വേണ്ട, വേറെ ഇവിടെ കാണും. എക്സ്ട്രാ സ്മോളാ കൊള്ളാല്ലേ? നല്ല നല്ല ഭംഗി. കൊള്ളാടി സെറ്റ്, എനിക്ക് നല്ലോണം ചേരുന്നു. അടിപൊളി, ഭയങ്കര ഫിറ്റ്, കറക്റ്റ് ഫിറ്റ്. അതുപോലെ ഈ കളർ നിനക്ക് ചേരുന്നുണ്ട്. തിരിഞ്ഞ് ലാക്കും. കൊള്ളാം, കറക്റ്റ്, പെർഫെക്റ്റ് ഫിറ്റ്. അത് നിന്നെ വെച്ച് തയ്ച്ചണക്കുണ്ട്. ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എടുക്കാനായിട്ട് ഇത് കറക്റ്റ് ഫിറ്റ് അവർക്ക്. നിങ്ങൾ പറയും അല്ല, അതല്ല ഫിറ്റിന്റെ അല്ല. അവള് ഇത് നിശ്ചയമായതുകൊണ്ട് ഇങ്ങനത്തെ അങ്ങനല്ലേ നീ ഉദ്ദേശിക്കുന്നത്? നിശ്ചയമായതുകൊണ്ട് ഇങ്ങനത്തെ ഏതിടുന്നു? ബാക്കിയെല്ലാം നമ്മൾ വണ്ണം കൂടിയും പുറത്ത് ഇടുന്നില്ല. ഇത് പക്ഷെ കറക്റ്റ് ഫിറ്റാണ്. നിനക്ക് നിർത്തിപ്പിച്ചണം പിടിക്കണം. ഇത് വള്ളിയൊന്നും ഇല്ലേ, പക്ഷെ ഇത് തന്നെയാണേ. പക്ഷെ നല്ല കറക്റ്റായിട്ട് നല്ല രസമുണ്ട്. അവള് പറയുന്നേ ഞാൻ പോട്ടെ, പക്ഷെ അവള് പറയുന്നില്ല. അവൾക്കറിയാലോ. എനിക്കറിയാം, കറക്റ്റ് ഫിറ്റായിട്ടുണ്ട്. ഞാൻ വീഡിയോ കണ്ടു. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഉള്ള റിയാക്ഷൻ അടിപൊളിയാണ്. ഈ വീഡിയോ കാണുമ്പോ ഇതിന്റെ ഇതിനകത്ത് ഒരു പറയും വേറൊന്നാണല്ലോ. ചെവിയിലൊരു പിടി ഭാഷകളായേ കടപ്പലാരം നിരത്തിനോരം കറക്കമാണ്
കൊച്ചുകൂടെ പെർഫ്യൂം എടുത്തോണ്ടിരിക്കുകയാണ്. ഉടുപ്പ് കിട്ടിയോ? ഉടുപ്പ് കിട്ടിക്കണ്ട, അടിപൊളി ഉടുപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. സെറ്റ് ഉടുപ്പ് എന്തോ ഫെസ്റ്റിവെയർ കിട്ടിയോ? ഫെസ്റ്റിവെയർ എന്ന് പറഞ്ഞാൽ അവൾ ഉദ്ദേശിച്ച ടൈപ്പ് ആണോ ഇതൊന്നും എനിക്കറിയാം. അവൾ ഉദ്ദേശിക്കുന്ന ഫെസ്റ്റിവെയർ അല്ല, അവൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി വെയർ ആണ്. ഇവിടെ ഫെസ്റ്റിവെയർസ് ആണ് കൂടുതലുള്ളത്. അമ്മയ്ക്ക് പിന്നെ മാറി പിന്നെ അതെന്താണെന്നറിയാമോ, എൻ്റെ മുകളിലിരിക്കുന്നവർ അതിനകത്തടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ആപ്പോടെ കണ്ടു. അറന്നങ്ങാളം പോയിരുന്നെങ്കിൽ തീർന്നേനെ. അല്ല, നീരജിക്കറിയാം. ഇവിടെ നിൽക്കായിരുന്നു. ഈ ചമ്മി നാറിയേന്. അന്നാളൊരു സച്ചിൻ അതിനൊക്കെയായിരുന്നല്ലേ, അത് ഇവിടെ തന്നെ ആയിരുന്നു തോന്നല്ലേ? അത് ഇത് ഇവിടെ തന്നെ ആയിരുന്നു. ജിയോമായിട്ട് ചെന്നപ്പോൾ നമ്പർ മറന്നുപോയി. അച്ഛന് 4 നമ്പർ ഉള്ളത്, 2 എണ്ണം ആദ്യം 2 എണ്ണം അവസാനം അങ്ങനെ വരും. മൊത്തത്തിൽ വേറെ നമ്പർ വന്നു. ഞാൻ അപ്പോഴത്തെ നമ്മൾ പറയാൻ മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ നീരജയ്ക്ക് അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തു. ഇപ്പം നമ്മൾ കടപ്പാക്കടയിലുള്ള പൂജ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലോട്ട് പോകാൻ പോവാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട്. നീരജയുടെ ഡ്രസ്സും കിട്ടുമോ നമുക്ക് നോക്കാം. ഇത് നമ്മൾ കടപ്പാക്കടയിലുള്ള ശാസ്താവിൻ്റെ അമ്പലമാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത്. അടിപൊളി. അതിന് എന്നോട് എന്നിട്ട് ഷോള് ലൈനിങ് കട്ടിയേണ്ടി വരും. വേണ്ട, ലൈനിങ് കെട്ടിയുണ്ടോ? ലൈനിങ് കുറവല്ലേ? ലൈനിങ് ഇങ്ങനെ താഴെ വരില്ല, ഇത്രയും മാത്രം കട്ട് ചെയ്താൽ മതി. കൊള്ളാടി, നല്ല ഭംഗിയുണ്ട്. ഷേപ്പ് താഴെ ഇച്ചിരി ഇതാക്കി ഷേപ്പ് ചെയ്താൽ മതി. ഇല്ലേ മോളെ? മതി മതി. അടിപൊളി. നല്ല ഭംഗിയുണ്ടമ്മ. അത് മോൾ ഈ ഇറക്കവും കുറച്ച് വണ്ണവും കുറച്ച് മാത്രം മതി. അത് സൂപ്പർ ആയിട്ടുണ്ട്. അത് രസമുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചോളാൻ വയ്യ. നാളെ എല്ലാവരും കരിഞ്ഞിരിക്കും. കുഴപ്പമില്ല ഗൈസ്, ഞാൻ വെച്ച് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചെന്ന് അത്ര കുഴപ്പമില്ല. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഹലോ, ഗൈസ്, ഈ മുഖം ഓർമ്മയുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പൊ ആൽത്തറമൂട്ടിന്ന് സ്ട്രേറ്റ് കൊട്ടിയ ബസ് ഏവിക്ക്, നമ്മുടെ ഏവിക്ക്, നമ്മുടെ ഏവിക്ക് എല്ലാ രസവും മറന്നുപോയി. ശരിയാ, യൂണിഫോം എപ്പോഴും കാണാം. അശ്വതി എല്ലാം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അശ്വതിക്ക് ശീലമായി. പക്ഷെ എനിക്ക് ഒട്ടും, ഞാൻ കുറച്ച് കഴിയും ഒരു തവി. ഈ ഇടല്ലേ ഇപ്പോഴും വേണ്ടത്. അങ്ങനെയൊന്നുമില്ല, ശരി. ഇവിടുന്ന് അങ്ങോട്ടും ഇല്ല, കായലല്ല. അതെ, അത് നമുക്കറിയാം. ഞാൻ ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയാലേ തീരത്തോളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടു. ഞാൻ എപ്പുറത്താ പഠിച്ചത്, നിനക്കറിയാലോ. ഞാൻ യുഐറ്റിയിലാ പഠിച്ചത്. എനിക്കൊന്ന് ഒരു യൂണിഫോം മാറ്റിയെന്ന് തോന്നിപ്പോ. മറ്റേത് നിന്റെ ലാവൻഡർ ഇതായിരുന്നു. തൃക്കാക്കര കോളേജിന്റെ അടുത്ത് BMC ഭാരതമാത ചിറ്റിലപ്പള്ളി സ്ക്വയർ. തൃക്കാക്കരയാണ് ഇതൊക്കെ. ഞാൻ വന്നപ്പോ അവിടെ ഞാൻ ക്ലാസ് ചെയ്യും, നേരെ ഹോസ്റ്റലിൽ കയറും, ഉറങ്ങും, പഠിക്കും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ശനിയാഴ്ച
എന്തായാലും ക്ലാസ് ആണ്. പിന്നെ ഒരു ദിവസം ഞായറാഴ്ച അത് നമ്മൾ എങ്ങനെയും ഉറങ്ങി തീർക്കും. പിന്നെ ശനി ഞായർ ഒരുമിച്ച് അവധി വരുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ വരും. അതെ, മനസ്സിലായോ? അതൊക്കെ പുറത്താണല്ലോ. അത് വല്ല നിനക്ക് അങ്ങനെ ഒരു ശനി ഞായർന്ന് വേണമെന്ന് വെച്ചാൽ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നിനക്ക് അറിഞ്ഞൂടാ. അത് അടുത്തൊക്കെ പോയി എന്ന് കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ വരാനേ നോക്കത്തുള്ളൂ. ഇതാർക്കാ? എന്നിട്ട് വീട്ടിൽ പോയിട്ട് അശ്വതിന്റെ ബിരിയാണി കൊള്ളായിരുന്നു, ഇച്ചിരി കൂടെ കഴിക്കേണ്ടതായിരുന്നു. അതെന്തായാലും പറയും, അത് ഉറപ്പില്ല. എന്നാ പിന്നെ ഇപ്പഴേ ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പൊ കഴിയും വയറ് മറന്നിരിക്കുന്നു. നിങ്ങൾ കഴിക്കുന്നതോ? എടാ ഞാൻ ഒരു പ്ലേറ്റ് പാരി പനിച്ച് കിട്ടി കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയണല്ലേ അശ്വതി? അതെ, ഞാൻ എടുത്തു തരാം. അശ്വതിയുടെ ബിരിയാണി മറ്റേ എടുത്തേ. ചിക്കൻ ഫ്രൈ പിന്നെ നിങ്ങൾ എടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ഉണ്ട്, നീ ഇതൊക്കെ എപ്പോ ഉണ്ടാക്കിയടി? അടുത്തോട്ട് ഇതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ, അതൊന്നും വേണ്ട. അടുത്തോട്ട് എന്താണ്? അടുത്തോട്ട് നമുക്ക് പുറത്തുനിന്ന് അടുത്തോട്ട് ഇതൊന്നും വേണ്ട, വേറെ വെറൈറ്റി ആയിട്ട് വേണം. പിന്നെ അടുത്തോട്ട് ഇവിടെ അടുത്ത് ഇഷ്ടം പോലെ കട ഉണ്ടല്ലോ. ഞാൻ കോളേജിൽ പഠിച്ചോണ്ട് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ അടുത്തോടെ പോവാം. അവിടെ കാവനാട് നീരജ കണ്ടല്ലോ അല്ലേ നിങ്ങളിവിടെ ബിരിയാണി ഒക്കെ കഴിക്കാം. എടാ ഇത് ഇനി വരുമ്പോ അവളെയും കൂടെ കൊണ്ടുവരാം, നീരജയും കൂടെ കൊണ്ടുവരാം. കേട്ടാടി? ആ ടൈം ആകുമ്പോ നീരജയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പഴും ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്നൊന്നും പറയുന്നില്ല, വിശ്വാസം ഇല്ല. ഇല്ല, ഒട്ടുമില്ല. ഞാൻ ടൂ വീലർ ഓടിക്കാൻ പഠിപ്പിച്ചായിരുന്നു. അത് ടൂ വീലർ ഓടിക്കാൻ പഠിപ്പിച്ച്, പക്ഷെ അതിനുശേഷം പിന്നെ പോകാനുള്ളത് ഗ്യാപ്പ് കിട്ടില്ല. ഈ അത് നമുക്ക് എക്സാമിന്റെ എക്സാം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒന്നിനും അരങ്ങാനായിട്ട് സമയം കണ്ടെത്തും. കഴിച്ചു തുടങ്ങിയാ നീ അശ്വതി? അറിയണം എങ്ങനെയുണ്ടെന്ന്. അല്ല ഇവൻ കഴിച്ചിട്ട് ഇവന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. എത്ര നേരം എടുത്തോണ്ടിരുന്നതാ. ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട്? ചിക്കൻ ഫ്രൈ അല്ല അങ്ങനെ കൂടുതൽ ഓവർ ആക്ടിങ് അടിച്ചാൽ ഞാൻ മുഖത്തിന് അടുത്തോട്ടുണ്ട്. ഓക്കെ, നീ കഴിക്കിനി. അത് ഞാൻ കഴിക്കാം. സെറ്റ് ഫുഡ് സെറ്റ് കൊള്ളാം. ചിക്കൻ ഫ്രൈ കഴിച്ചില്ല. ചിക്കൻ ഫ്രൈ നിനക്കൊന്നും വിശ്വാസമില്ല. അവൻ നേരത്തെ സെറ്റ്. നിങ്ങൾ കഴിച്ചാ? തക്കാളി കഴിക്കും. തക്കാളി കഴിക്കൂല. ഞാൻ കഴിക്കൂല. സവാള കഴിക്കൂ. സവാള കഴിക്കും. കുക്കുംബർ ഇതിൽ കിടക്കുന്നൊക്കെ മുഖത്ത് വെക്കാൻ ഉപയോഗിക്കും. കുക്കുംബർ ഞാൻ മുഖത്ത് വെച്ചിട്ടില്ല. കുക്കുംബറേ രണ്ടായിട്ട് മുറിച്ചിട്ടേ ഫ്രീസറിലോട്ട് ഇട്ടോ. പിന്നെ മറ്റേ ഗുവാശ അങ്ങനെ ഒരു സാധനം അതേപോലെ അത് ചെയ്താൽ മതി. ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ ഇതൊക്കെ മറ്റേ ഐസിന്റെ ക്യൂബ് വെക്കുന്ന സംഭവം അതേ വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ രാവിലെ നിൽക്കുമ്പോ റബ്ബ് ചെയ്ത് ഇവിടെ അതുകൊണ്ട് കപ്പിൾസ് അത് ആ രണ്ട് ഈഗിൾ ആ പരിധി. ഓ അത് കപ്പിൾസാ? അതെപ്പോഴും അവിടെ ഇരിക്കും. രണ്ട് ഞാൻ നടക്കാൻ വരുന്നുണ്ട് എല്ലാ ദിവസം കാണും. പിന്നെ ഇവിടെ രണ്ട് പ്രാവുണ്ട്, അതും കപ്പിൾസാ. കണ്ടൊരുക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM-ൽ നിന്നളിയെ അങ്ങ് പൊത്തി വെച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞ് പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ചോപ്പ് ലൈറ്റ് നോക്കാതെ. അയ്യോ എന്റെ അമ്മ ഇവിടെ മൊത്തം രണ്ട് വീടല്ലേ, ഇറങ്ങി ഇറങ്ങി. അയ്യോ സ്ഥിരം വീഴുന്ന സ്ഥലമായിരിക്കും. ഞാനും മതി. അശ്വതി അപ്പൊ ബൈ ബൈ. ഇനി വരുമ്പോ പോയേ. നീ ശ്രേയ കേട്ട് വാ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തുന്നതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് ടയേർഡായിരുന്നു. ഭയങ്കര ഹെക്ടിക് ആയിട്ടൊരു ഡേ ആയിരുന്നു. ഇനി നാളെ നമുക്കൊരു എൻഗേജ്മെന്റ് പോകാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രെപ്പ് ചെയ്യാനുണ്ട്. സോ അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാണ്. മേക്കപ്പ് ഇടാനായിട്ടൊക്കെ നല്ല രസമാണ്, പക്ഷേ റിമൂവ് ചെയ്യുന്നതാണ് ഭയങ്കര ടാസ്ക്. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ മൊത്തം ഇപ്പം കിട്ടി ടാനൊക്കെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പാക്ക് ഇടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആൽപ്സ് ഗുഡ്നസിന്റെ ബീട്രൂട്ടിന്റെ ഫേസ് പാക്ക് ആണ് ഇടുന്നത്. ഇത് ടാൻ മാറാനായിട്ട് നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഇനിയിപ്പോ നീരജയും കൂടെ ഇടാനുള്ളൂ നാളത്തെ എൻഗേജ്മെന്റിന് വേണ്ടിട്ട്. ഓൾ സെറ്റ്. ഇന്ന് ഫുള്ള് കറങ്ങി അടിച്ച് നടന്ന് എല്ലാരും ടാൻ അടിച്ചൊരു വഴിയായി. അപ്പം നമ്മള് ബീട്രൂട്ടിന്റെ ഫേസ് പാക്ക് ഇട്ടു.
രണ്ട് പറയുവാണ്. എങ്ങനെയുണ്ട് ഫേസ് പാക്ക്? എന്നെ കണ്ടിട്ട് ഇരിക്കുന്നു, എല്ലാരെയും കണ്ടിട്ട് ഏതോ പ്രേതം പോലുണ്ട്. നീരജ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഫേസ് പാക്ക് ഇടും. ഡോണ്ട് മൈൻഡ് ദ മെസ്. ഓക്കെ, ഇതിപ്പം ഇവിടെ ഒരുപാട് അലമ്പായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ പോയിട്ട് വന്നത് ഇനി നാളെ പോകാനുള്ളത് എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം. പിന്നെ കുറെ അല്ലാത്ത വർക്കിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുള്ളി ഇങ്ങനെ ഒരു അലങ്കോലായിട്ട് കിടക്കുകയാണ്. നാളെ കൂടെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ. ഞാൻ എക്സാം തീർന്നതിന്റെ അന്ന് തൊട്ട് ഓട്ടമായിരുന്നു. നാളെയും കൂടെ കഴിഞ്ഞാലേ ആ ഓട്ടം നിക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, ആരും ചിരിക്കരുത്. നീ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി. കുറച്ച് വെള്ളം കൂടി പോയാൽ നോക്കിത് നോക്കി. സുഹൃത്തുക്കളെ വരാണ്ട ഞാൻ കറക്റ്റ്. എന്നെ ആരും കാണരുത് വീഡിയോ. പോ പോ. ബ്ലഡ് ഇതെന്തുവാ ഇത്? വെള്ളമോ? ഗൈസ്, ഞാനിത് വെച്ചപ്പോ ഉള്ള കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടതല്ലേ? ഇത് എന്തുവായത്? കുറച്ച് വെള്ളം കൂടി പോയി. ഇതാണോ കുറച്ച്? ഇങ്ങനെ അച്ഛനോട് ഇരിക്കുന്നു. അച്ഛൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല. എന്നെ കണ്ടിട്ട് അച്ഛൻ പേടിച്ചു. അപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി ബോധം കിട്ടുക. കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. അത് പിന്നെ വെള്ളം പോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വായിലോട്ട് ഒലിച്ചിറങ്ങാതെ. എന്നോട് നീ ഒന്നും ആരും സംസാരിക്കരുത്. എന്റെ വാ തുറക്കാവുന്നില്ല. കുട്ടിക്കുറാറ്റിനുള്ളിൽ മട്ടത്തിലെ കാല് തണ്ടതിലെ ചുറ്റിയിടാൻ വട്ടത്തില്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ബേസിക് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. എൻ്റെ മുന്നേ വല്ലാത്തൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. അപ്പൊ നാളെ നമുക്ക് എൻഗേജ്മെന്റിന് പോകാനുണ്ട്. അപ്പൊ നാളെയും ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഡേ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിനി ഫുൾ റെസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമന്റും കൂടെ ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും താഴെ കമന്റും കൂടെ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ എടുത്ത് നോക്കുക. എന്റെ ചാനലിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.